25ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. ഈ ഒരു ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യണം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്, ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. അല്ലെങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും വീഡിയോസ് ഇടാറില്ല. സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാറുള്ളൂ. ഇത്തവണ, അതായത് ഈ ഒരു മാസത്തിനിടയ്ക്ക് എനിക്ക് അധികം സമയം കിട്ടിയിട്ടില്ല, വീഡിയോസ് ഇടാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്താ കാരണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം. കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് DM ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ചേച്ചി വീഡിയോസ് ഇടാത്തത്, പേഴ്സണൽ ഇഷ്യൂസ് ആണോ? അങ്ങനെയൊക്കെ. പേഴ്സണൽ ഇഷ്യൂസ് ഒന്നുമല്ല, കുറച്ച് തിരക്കായി പോയി. ആ തിരക്ക് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നുള്ളത് ഞാൻ കുറച്ചും കൂടി നാളെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാം. ഇപ്പം എന്തായാലും ആ കാര്യത്തിനെ പറ്റി ഞാൻ ക്ലൂ ഒന്നും തരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 21 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ബർത്ത്ഡേ ചെറിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അതായത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. ജസ്റ്റ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് കട്ട് ചെയ്യും, അല്ലെങ്കിൽ അമ്മയുടെ വക സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കും. അങ്ങനെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ എൻ്റെ 25ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഈ ഒരു ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടിയും നല്ല നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഈ വർഷവും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. ലൈക്ക് സാധാരണ എങ്ങനെയാണോ ഒരു യൂഷ്വലായിട്ടുള്ളൊരു ഡേ പോണേ, അതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ ആവാറ്. അതുപോലെ തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ 17th ജൂലൈയിൽ ഞങ്ങൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, ഇത്തവണത്തെ ബർത്ത്ഡേ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയാലോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്കെന്നെ തോന്നി, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാബ്രിക് എടുത്തിട്ട് പോരാം. അങ്ങനെ വിചാരിച്ച് അന്നത്തെ ദിവസം ഒരു ഷോപ്പിൽ കയറി ഫാബ്രിക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, ലൈക്ക് സ്റ്റിച്ചിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പിന്നെ അത്ര ടൈമൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 18th 19th ഉണ്ട്. 20th ഈവനിങ് ആണ് സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിട്ടുള്ള ഫാബ്രിക്കും അതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ഫാബ്രിക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം ഓർഗൻസിയും ഒരെണ്ണം സാറ്റിനും. അപ്പം ഞാനത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഫാബ്രിക്. ഏകദേശം ഒരു ഗോൾഡിഷ് അല്ലെങ്കിൽ ഒരു ബട്ടർ യെല്ലോ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ സാറ്റിനും ഓർഗൻസിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ഇതിനുള്ള ഐഡിയാസും റെഫറൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിൻട്രസ്റ്റിൽ കണ്ട പോലെ സെയിം സംഭവം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ വാങ്ങിയ മെറ്റീരിയലും നമ്മൾ വാങ്ങിയ ഫാബ്രിക്കും അതിൽ കണ്ട ഫാബ്രിക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ആദ്യം തന്നെ ഫാബ്രിക്കിൽ പോയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് കുളമാക്കും. അതുകൊണ്ടാണ് ആദ്യം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തത്. കാരണം ഇതിൻ്റെ പാറ്റേൺസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ടൈപ്പ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാകുമ്പോൾ അത്ര അങ്ങോട്ട് പേടിക്കാല്ല. നേരിട്ട് ആ ഒരു ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകുന്നുള്ള പേടി ഉണ്ടാവും. ഇതാകുമ്പോൾ ആ ഒരു ന്യൂസ് പേപ്പർ വയ്ക്കുക, സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 18th ഞാൻ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. 18th 19th എടുത്തിട്ടാണ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയത്. രാവിലെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ അന്ന് സ്റ്റിച്ച് ചെയ്തുള്ളൂ, അതായത് 18th. പിന്നെ ഞാൻ എടുത്ത് വെച്ച നെക്സ്റ്റ് ഡേ 19th ഇത് കംപ്ലീറ്റ് ആയത്. അത് കഴിഞ്ഞ് 20th കേക്ക് മേക്കിംഗ്, ഡെക്കറേഷൻ, ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ബർത്ത്ഡേക്കുള്ള ഔട്ട്ഫിറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും ബാക്കി പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഫ്രോക്ക് പ്ലെയിൻ ആയിട്ട് ഇടുന്നേക്കാളും ഭംഗി ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് മുട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഫ്രോക്കിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു. പിന്നെ ഇത് വേറെ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പരിപാടി ഇസ് കേക്ക് മേക്കിംഗ്. സോ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. കേക്കിനുള്ള സ്പഞ്ചും ഗനാഷും സോസും എന്താ പറയുക, അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അമ്മ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ കേക്കിൻ്റെ ഡെക്കറേഷൻ, ആ സംഭവം മാത്രമേ ഉള്ളൂ, അതായത് ഫ്രോസ്റ്റിംഗ്, ആ സംഭവം മാത്രമേ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിൽ ഈ ഒരു ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് മേക്കിംഗ് കാണാം. ഓക്കെ,
അപ്പോൾ ബർത്ത്ഡേയുടെ ഔട്ട്ഫിറ്റിൻ്റെ കളറും കേക്കിൻ്റെ കളറും ഓൾമോസ്റ്റ് സെയിം ആവണമല്ലോ. നോക്കി വന്നപ്പോൾ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അതാവുമ്പോൾ ആ ഒരു സെയിം കളർ കിട്ടുകയും ചെയ്യും. അങ്ങനെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഓൾറെഡി അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സ്പഞ്ച് മാത്രമല്ല, അതിന് വേണ്ട എല്ലാ സാധനങ്ങളും അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എന്താ പറയുക, ഫ്രോസ്റ്റിങ്ങിൻ്റെ പരിപാടി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇത് ലെയറായിട്ട് കട്ട് ചെയ്യണം, ഇതൊക്കെ വെച്ച് കേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിന് വേണ്ട ബേസ് ഇല്ല. അങ്ങനെ ലാസ്റ്റ് സമയത്താണ് ഈ കാണുന്ന ബേസ് ഞാൻ പോയി വാങ്ങിയത്. പക്ഷെ അതിലൊരു പണി കിട്ടിയ സംഭവം വേറെ ഒന്നുമല്ല, ബേസ് ചെറുതായി പോയി. അതായത് നമ്മുടെ കേക്കും ബേസും ഇപ്പോൾ സെയിം സൈസിലാണുള്ളത്. പക്ഷെ സാധനം കിട്ടിയത് ഇത്രയും ചെറുതാണ്. അതായത് എൻ്റെ കൈയിൻ്റെ അത്രയും സൈസ് ഉള്ളതാണ് കിട്ടിയത്. നമുക്ക് വേണ്ടത് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ചെറിയൊരു കേക്ക് ആക്കാന്നാണ് പ്ലാൻ. ഇതാണ് നമ്മുടെ ബേസ് വരുന്നത്. ഇതിൽ വെക്കാൻ പറ്റണ അത്രയും ചെറുതായിരിക്കണം നമ്മുടെ കേക്ക്. അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ചെറിയൊരു കേക്കാക്കി എടുത്തു. പിന്നെ ഇതൊന്നും റൂമിൽ നിന്ന് ചെയ്യുന്നതൊന്നും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ ചെയ്യും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ സാധാരണ ഡൈനിങ് ഹാളിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. പക്ഷെ അവിടെ നിന്ന് ചെയ്യുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം. അപ്പോൾ എൻ്റെ എസ്തറ്റിക്കിനെയും അത് ബാധിക്കും, അവരുടെ ഒരു എന്താ പറയുക പ്രൈവസീനെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഏറ്റവും വെട്ടവും വെളിച്ചുള്ള സ്ഥലം നോക്കി വന്നപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് മാത്രമല്ല, എനിക്കും കുറച്ച് സമാധാനമായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത്. വെതബൈ കേക്ക് ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ കളറും മാച്ച് ആവണം എന്നുള്ളത് കൊണ്ടും ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് പോലും വേണ്ട, അത്യാവശ്യം കളർ കിട്ടിക്കോളും. അല്ല, ആവശ്യത്തിന് കളർ കിട്ടിക്കോളും. നമുക്ക് ജസ്റ്റ് ഒരു പെയിൽ യെല്ലോ കളർ കിട്ടിയാൽ മതി. അപ്പം അതിനുള്ള അത്രയും കളറാണ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ക്രീം റെഡി ആയിട്ടിട്ട്, പക്ഷെ ഇതല്ല നമുക്ക് വേണ്ട കളറ്. നമ്മുടെ ഒരു ഗോൾഡൻ ആ ഒരു കളറാണ്. പക്ഷെ ഇതിപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുളമാവും. ഇവിടെ ചെറുതായിട്ട് നമ്മൾ ഉയർത്തി ഒരു സീൻ ആക്കി എടുക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന കേക്കിന് കുറച്ച് ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ 4 ലെയർ സ്പഞ്ച്, അതായത് 2 സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണോ നല്ല രസമുണ്ടല്ലേ? ഇതുപോലെ വെച്ചാലോ? ഇതിപ്പോൾ കാണുമ്പോൾ പാൻ കേക്ക് ഇരിക്കണ പോലെ. ഇതും നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നമുക്ക് ക്രീം തേച്ച് സെറ്റാക്കാം. ഇങ്ങനെ തയ്ച്ചാൽ ശരിയാവില്ല. സോ ഞാനൊരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്യണ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ലാന്ന്. സത്യം പറഞ്ഞാൽ ഞാനിത് വർഷത്തിലൊരിക്കലേ എന്ന് പറഞ്ഞ പോലെ ചെയ്യണ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രോസ്റ്റിംഗ് ഒന്നും ചിലപ്പോൾ അടിപൊളിയായിട്ട് വരില്ല. എന്നാൽ എനിക്ക് പറ്റണ പോലെയൊക്കെ ചെയ്ത്, അത്ര വലിയ ഫിനിഷിങ്ങോട് കൂടിയിട്ടൊന്നുമില്ലെങ്കിലും പറ്റണ പോലെയൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഭംഗി കുറവുണ്ട്. പിന്നെ ക്രീം തികഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ അടിച്ച്
ഒരു ലെയറും കൂടെ ക്രീം ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആക്കിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ പോവാണ്. അതിനുശേഷം ഇനിയും ക്രീം ബീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ചെയ്യണം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഇത് രണ്ടാമത്തെ ലെയറും കൂടി ക്രീം ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഈ ക്രീം വെച്ചിട്ട് തന്നെ കുറച്ച് കളർ ആഡ് ചെയ്തു, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. മേ ബി നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാനം കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എത്ര വൃത്തികേടായിട്ടാണ് ആ ഒരു ഫ്ലവർ ഇതുമ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന്. ഇതും പിൻട്രസ്റ്റുള്ള റെഫറൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ നമ്മുടെ ക്രീം ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കാരണം എനിക്കറിയില്ല എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു 17 ജൂലൈയിൽ തന്നെ പുറത്ത് പോയ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇതിന് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം കാണിച്ച കേക്ക് ടോപ്പർ അതുപോലെ ക്യാൻഡിൽസിനൊക്കെ ജസ്റ്റ് 20-25 അത്രയ്ക്കേ ആയുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ട്, ഇതൊരു കിറ്റാണ്. ഇതിൽ ആക്ച്വലി ബർത്ത്ഡേ ബലൂൺസ്, ബർത്ത്ഡേ ബണ്ടിങ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നത്. അതാണെങ്കിൽ 155 റുപ്പീസിൻ്റെ വാങ്ങിയത്. അതാണെങ്കിൽ ഏറ്റവും നഷ്ടമായ കാര്യമാണ്. കാരണം അതിൽ ഉള്ള ബലൂൺസിൽ മിക്കതും ഓട്ടയായിരുന്നു. പിന്നെ അതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് പാക്കറ്റിൽ വരുന്നതെന്ന്. പക്ഷെ ആ മെൻഷൻ ചെയ്ത സാധനത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ സിൽവർ ഗോൾഡ് കളറുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ബലൂൺസിൽ വൈൻ ബോട്ടിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉള്ള ബലൂണും കാര്യങ്ങളൊക്കെ അതിലുള്ളത് കൊണ്ട് നമുക്ക് വേറെ വാങ്ങേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ ഒരു ഈവനിങ് ഒരു 5 മണി 6 മണി ആ സമയത്താണ് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാനും അനിയത്തിയും അമ്മയൊക്കെ കൂടിയിട്ടാണ് റൂമിൽ ഈ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഒന്ന് ഫ്രഷ് ആയി ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫോട്ടോഷൂട്ടിന് മുമ്പുള്ള കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സമയം ഒരു 10-10:30 ആയിട്ടുണ്ടാവും. നമുക്കാണെങ്കിൽ എന്തായാലും ഒരു 1 hour ഉണ്ട്. അതിന് ശേഷമാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാവുക. അതായത് 12 മണിക്ക് മുമ്പ് എന്തായാലും കേക്ക് കട്ടിങ് നടത്തണമല്ലോ. നമ്മൾ ലേറ്റായിട്ട് നടത്തുന്നതിനേക്കാളും നേരത്തെ ബർത്ത്ഡേക്ക് ഒരു ദിവസം നേരത്തെ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ നടത്തണം എന്നാണ് പറയണ കേട്ടിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇടയ്ക്ക് കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല, അതൊന്ന് മാറ്റി പിടിച്ചൂടെ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒരു സജഷനാണ്. ആക്ച്വലി എനിക്കും മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വിചാരിച്ച പോലെ തലയിൽ അത്രയും മുടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. ഈ ഒരു ഹെയർ വെച്ചിട്ട് ഞാൻ എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്താലും കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ബൈ ദ വൈ ഇതാണ് ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഒരു ബട്ടറി ഫ്ലട്ടറി ഫ്രോക്ക്. എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു.